ഈ ലിസ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 42 വർഷമായിട്ട് ഞാൻ മിൽമ പാലാണ് മേടിക്കുന്നത്, ഇത് തന്നെ ചെയ്യാറുമുണ്ട്. പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ കുറിച്ചത്. അതായത് ഈ 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഞാൻ ഉള്ള ചൂടിലല്ല പലപ്പോഴും പാല്, ചെറു ചൂടിലാണ് ഞാൻ ഉറയൊഴിക്കാറുള്ളത്. അതുപോലെ വളരെ കുറച്ച് പാല് മാത്രമേ എനിക്ക് ഉറയൊഴിക്കേണ്ടി വരാറുള്ളൂ. ഞങ്ങൾ വലിയ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളൊരു കുടുംബമല്ല, അപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിനല്ലേ അത് വേണ്ടു. ഇത് പല ഭാഗങ്ങളിൽ നിന്നും എന്നെ നേരിട്ട് വിളിച്ചും നേരിട്ട് കാണുമ്പോഴും ഒക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് വളരെ ലഘുവാക്കിയാണ് അന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അല്ലാണ്ട് മിൽമ ഇല്ലാതെയാകട്ടെ, മിൽമയ്ക്ക് മേൽ മറ്റെന്തോ ഒന്ന് കയറി വരട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. എന്നെ കാണാൻ വന്നവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ മിൽമയുടെ പാല് മാത്രമേ മിൽമ കവറുകളിൽ വിൽക്കുന്നുള്ളൂ എന്നുകൂടി ഉറപ്പുവരുത്തണം. കാരണം മിൽമയുടെ കവറൊക്കെ ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും പറ്റും. നമുക്കറിയാം, വില കുറഞ്ഞ അരിയെ, റേഷൻ കടകളിലോ ഒക്കെ കിട്ടുന്ന അരിയെ, ആ അരി ചായം തേച്ച് ചവിട്ടി തിരുമ്മി ചെമ്പാവരിയാക്കി വലിയ വിലയ്ക്ക് വിൽക്കുന്ന വിദഗ്ധന്മാരുള്ള കച്ചവടക്കാർ ധാരാളമുണ്ട് കേരളത്തിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കുറച്ച് മിൽമ കവറുകൾ ഉണ്ടാക്കി അതിനകത്ത് മറ്റു പാല്, ഇതുപോലെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കാത്ത പാല്, വളരെ അശ്രദ്ധമായിട്ടും വെള്ളം ചേർത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പാല് പോലും മിൽമ പാൽ എന്ന വ്യാജേന വിൽക്കാം. അപ്പോൾ ഈ കംപ്ലയിൻസ് വരുന്ന ചിലപ്പോൾ അങ്ങനെ കിട്ടുന്നിടത്തുനിന്നായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ വീട്ടിലേക്ക് സ്ഥിരം പാല് മേടിച്ചുകൊണ്ട് വരുന്ന സ്ഥലത്ത് പോലും ഇതുപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് പാല്, മിൽമ ഡ്യൂപ്ലിക്കേറ്റ് പാൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കും എനിക്ക് തന്നെ ഇത് അനുഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ സൗഹൃദമായിട്ടാണ് ഞാൻ അവരോട് സംസാരിച്ച് വിട്ടത്. എന്നിട്ടാണ് ഈ ഡോക്ടർ ലിസയുടെ ഈ വലിയ വിശിഷ്ടമായ ഒരു കുറിപ്പ്. നന്ദി ഏതായാലും ലിസയ്ക്ക്. അപ്പോൾ ഞാൻ ലിസ പറഞ്ഞിട്ടല്ല മിൽമ പാലിലേക്ക് തിരിഞ്ഞത്. ഈ കേരളത്തിലുള്ള ആൾക്കാർ ആരും തന്നെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ 42 വർഷമായി ഞാൻ മിൽമ പാല് മേടിക്കാൻ തുടങ്ങിയിട്ട്. തിരുവനന്തപുരത്ത് താമസമാക്കിയതിന് ശേഷം എൻ്റെ ഇളയ മകൻ കുഞ്ഞായിരുന്നപ്പോൾ അവൻ എന്നെ നോക്കിയിരുന്ന ഡോക്ടർ ടി.പി. ജോൺ, ഇവിടുത്തെ ഒരു പീഡിയാട്രീഷ്യനാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളെപ്പോലെ നേരത്തെ താമസമാക്കിയ എല്ലാവരും അറിയും. അദ്ദേഹം അത്ര പ്രശസ്തനായ ഒരു പീഡിയാട്രീഷ്യനായിരുന്നു. അപ്പോൾ ഈ മോന് വെയിറ്റ് വയ്ക്കുന്നില്ല, നമുക്ക് സ്റ്റണ്ടിങ്, വേസ്റ്റിങ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊന്നും ആയിട്ടില്ല. പക്ഷെ അവന് കൊടുക്കുന്ന ഭക്ഷണം അനുസരിച്ച് ഒന്നും അവന് വെയിറ്റ് വയ്ക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോനെയും കൊണ്ട് ചെല്ലുമ്പോൾ ചോദിക്കും, എന്താ കൊടുക്കുന്നത്? പാലാണ് പ്രധാനമായിട്ട്. അത് മദേഴ്സ് മിൽക്ക് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പശുവിൻ പാലും കൊടുക്കും. അപ്പോൾ എവിടുന്നാണ് പാല് മേടിക്കുന്നത്? ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരാളുടെ അടുത്തുനിന്നാണ് പാല് മേടിക്കുന്നത്. വെറുതെ അല്ല നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് വെക്കാത്തത്, നിങ്ങൾ മിൽമ പാല് മേടിക്കുക. ആ ഡോക്ടർ ടി.പി. ജോൺ, ഡോക്ടർ ടി.പി. ജോണിനെ പോലെയുള്ളവർക്കാണ് നന്ദി പറയേണ്ടത്. എന്നോട് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒരു ലാക്ടോമീറ്റർ മേടിച്ചു. ഈ ഡോക്ടർ പറയുന്നത് പോലെ തൊട്ടയൽവക്കം എന്നുള്ള പാല്, ഇനി നിങ്ങളുടെ പാല് വേണ്ട, അത് ദൂഷ്യമാണ് എന്ന് പറയുന്നതിന് പകരം ലാക്ടോമീറ്റർ മേടിച്ചു. പാലിൻ്റെ റീഡിങ് നോക്കിയപ്പോൾ അയൽവാസിയുടെ പാലിൻ്റെ റീഡിങ് 19. മിൽമയുടെ പാല് വാങ്ങിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ റീഡിങ് നോക്കിയപ്പോൾ 33. അതായത് ലാക്ടോമീറ്ററിൻ്റെ മാക്സിമം റീഡിംഗ് എന്ന് പറഞ്ഞാൽ 40 അപ്പോൾ അത് 33. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിൽമയിൽ നിന്ന് കാണാൻ വന്നവരും പറഞ്ഞു 29 നോർമലായിട്ടുള്ള അവരുടെ റീഡിംഗ് എന്ന്. അപ്പോൾ എനിക്ക് 33 കിട്ടി എന്ന് പറയുന്നത് 42 വർഷം മുൻപാണ് എന്നും കൂടി ഓർക്കണം. അങ്ങനെ അന്ന് മുതൽ, അതായത് ഈ റീഡിംഗ് 33 കിട്ടി, മറ്റേത് 19 എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾ എന്നും മിൽമ പാലാണ് വാങ്ങാറുള്ളത്.